ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമസ്കാരം. അറ്റ് ലാസ്റ്റ്, ഫൈനലി, ഹിയർ വി ഗോ. ബ്രിയാൻ എംബോമെ ഫ്രം ബെൻഫോർഡ് ടു മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. അങ്ങനെ കാത്തിരുന്ന് ആ ഒരു സന്തോഷ വാർത്ത വന്നെത്തിയിരിക്കുകയാണ്. എന്താ പറയാ, മരുഭൂമിയിൽ മഴ പെയ്താൽ ഒരു സുഖം ഉണ്ടാവും. അത് ഗൾഫുകാർക്കും പ്രവാസികൾക്കും എല്ലാവർക്കും അറിയാം. കാരണം ആ ഒരു ചുട്ട് പൊള്ളുന്ന വെയിലത്തൊക്കെ ആ മരുഭൂമിയിൽ ഒരു മഴ പെയ്താലുണ്ടല്ലോ, ഒരു കുളിർമ, ആ ഒരു പ്രതീതിയാണ് ഇപ്പോൾ പേഴ്സണലി എനിക്ക് തോന്നുന്നത്. കാരണം ഞാനിപ്പോൾ ഒരു പ്രവാസിയാണ്, എനിക്ക് ആ ഒരു ഫീലാണുള്ളത്. ഞാൻ അത്രത്തോളം വീഡിയോ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം, എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും അറിയാം. എൻ്റെ ചാനൽ എടുത്ത് നോക്കിയാൽ മതി, ഒട്ടുമിക്ക വീഡിയോയുടെ തമ്മിലും എംബോയുടെ ഫോട്ടോ ഉണ്ടാവും. എല്ലാവരും പറഞ്ഞു ഈ ഗ്ലാസ് മാറ്റി കഴിഞ്ഞാൽ ഞാൻ ഒരു എംബുമിനെ പോലെ തന്നെയാണ്. അറ്റ് ലാസ്റ്റ് ആ ഒരു ന്യൂസ് വന്നു. വളരെയധികം സന്തോഷമുണ്ട്. 65+5 ആഡോൺസ് 70 million ആണ്. പക്ഷെ ഇതിൽ എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, 4 ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് പേയ്മെന്റ്. ആകെ 16 എങ്ങാനെ ഇപ്പൊ കൊടുക്കുന്നുള്ളൂ. സെയിം നമ്മള് മത്തായിസ് കൂനക്ക് നടത്തിയ സെയിം കൂനയുടെ 3 ഇൻസ്റ്റാൾമെന്റ് ആയിരുന്നു, ഇത് 4 ഇൻസ്റ്റാൾമെന്റ്. അതിന് നമ്മൾ എന്താ പറയാ, നമ്മളെ കള്ളക്കാക്കാനോട് ഒരു നന്ദി പറയണം. അത് എനിക്ക് തോന്നുന്നു ഈ ഒരു 45 ദിവസം ഇയാൾ എടുത്തത് ഇതിനു വേണ്ടിയിട്ടായിരിക്കും. ബ്രെൻഫോർഡിന്റെ കയ്യും കാലും പിടിച്ചിട്ടുണ്ടാവും. അണ്ണാ, എനിക്ക് ഓൺ ദ സ്പോട്ടിൽ പേയ്മെന്റ് തരാൻ പറ്റില്ല, എനിക്ക് ലോൺ ആയിട്ട് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് തരണം, കാല് പിടിച്ചിട്ടുണ്ടാവും, ഉറപ്പാണത്. പക്ഷെ അതില് ഹാറ്റ്സ് ഓഫ്. കാരണം ഇപ്പൊ 2 വേൾഡ് ക്ലാസ് പ്രൂവൺ പ്രീമിയർ ലീഗ് പ്രൂവൺ പ്ലേയേഴ്സ് ആണ് രണ്ടുപേരും. മത്തായിസ് കൂന ആയിക്കോട്ടെ, ബ്രാൻഡ് എംബോമെ ആയിക്കോട്ടെ. അപ്പൊ രണ്ടുപേരെ ഇപ്പൊ കൂട്ടിയിട്ട് മാക്സിമം 35-37 അത്രേ വരുള്ളൂ. അപ്പൊ ഇനിയും നമുക്ക് കയ്യിൽ ക്യാഷ് ഉണ്ട്, കുറച്ചും കൂടി ഉണ്ട്. ഇനി ഒരു ഔട്ട് ഗോയിങ്സ് എന്തായാലും സാൻചോയുടെ ഡീൽ ഇപ്പം ഓൾമോസ്റ്റ് നടക്കും യുവന്റസുമായിട്ട്. അപ്പൊ എന്തായാലും ഒരു ഔട്ട് പോയി കഴിഞ്ഞാൽ സെറ്റ് ആയല്ലോ. പിന്നെ റാഷ്ഫോർഡിന്റെ കാര്യത്തിലും എന്തായാലും ആരെങ്കിലും ഒരാൾ തീരുമാനം എടുക്കും. ബാർസ ആണെങ്കിൽ ബാർസ, അല്ലെങ്കിൽ ബയേൺ ആണെങ്കിൽ ബയേൺ, ഏതെങ്കിലും ഒരു ടീം എടുക്കും. ഇനി നമുക്ക് വേണ്ടത് കാത്ത് നമുക്ക് എംബോമോയുടെ ഡീൽ നടന്നു. ഇനി എൻ്റെ ഒരു ആഗ്രഹം, ഒരു സ്ട്രൈക്കർ നിർബന്ധമാണ്. സ്ട്രൈക്കർ വേണം. കാരണം ഹോയ്ലുണ്ടിനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം അവനെ ആരും കൊണ്ടുപോകുന്നില്ല, അവൻ പോകുന്നുമില്ല, ഇവിടെ തന്നെ ഉണ്ട്. അവൻ ഇമ്പ്രൂവ് ആവും, കുറെ പേര് അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അത് കാര്യമില്ല. എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഒരു സ്ട്രൈക്കർ നിർബന്ധമാണ്. അങ്ങനെ നോക്കുമ്പോഴാണ് പുതിയൊരു ലിങ്ക്സ് ഇന്നലെ മുതൽ തുടങ്ങിയത്. ആരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെഞ്ചമിൻ സെസ്കോ, RB ലൈപ്സിഗിന്റെ നല്ലൊരു സ്ട്രൈക്കറാണ്. കിട്ടിയാൽ കൊള്ളാം, അടിപൊളി സ്ട്രൈക്കറാണ്. പക്ഷെ കിട്ടാൻ പാടാണ്. അവൻ ഓക്കെയാണ്, അവന് താല്പര്യമുണ്ട്. യൂറോപ്യൻ ഫുട്ബോൾ ഇല്ലെങ്കിലും യുണൈറ്റഡിൽ വരാൻ താല്പര്യമുണ്ട്. അങ്ങനെയുള്ള കുറച്ച് ലിങ്ക്സുകളാണ് ഞാൻ കണ്ടത്. പക്ഷേ ടോക്സും കാര്യങ്ങളൊന്നും തുടങ്ങിയിട്ടില്ല. ലാസ്റ്റ് 3 years ആയിട്ട് ഈ സെസ്കോനെ യുണൈറ്റഡ് സ്കൗട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇപ്പോ ഒന്ന് മുന്നിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കാരണം ഈ എംബോമയുടെ ഡീലിന് ശേഷം എന്തായാലും സ്ട്രൈക്കറിനെ നോക്കാനുള്ള ചാൻസസ് ഉണ്ട് എന്ന് കണ്ടിരുന്നു. കാരണം അത് പ്രയോറിറ്റി ആയിട്ട് മെല്ലനെ നോക്കുന്നു. കാരണം ഈ പ്രീ സീസൺ ടൂറിലേക്ക് എംബോമയുടെ കൂടി ആഡ് ചെയ്തിട്ട് ബാക്കി പിന്നീട് മെല്ലനെ നടത്താനാണ് തോന്നുന്നുണ്ട് അവരുടെ പ്ലാൻ. എന്തായാലും ഒരു സ്ട്രൈക്കർ, ഒരു മിഡ്, ഗോൾ കീപ്പർ, അതാണ് എൻ്റെ ഒരു വിഷനിൽ ഒരു ആഗ്രഹം. യുണൈറ്റഡ് ടീമിൽ റീബിൽഡിന് വേണമെങ്കിൽ ഈ ഒരു പൊസിഷൻ കൂടി നമ്മൾ ഫിക്സ് ആക്കിയാൽ മതിയാവും. അറ്റാക്കിംഗ് ഡെപ്ത് ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. പ്രൂവൺ ഗോൾ സ്കോറേഴ്സ് ആയിട്ടുള്ള എംബോമയും മത്തായിസ് കൂനയായി. ഇനി ഒരു സ്ട്രൈക്കർ. കാരണം നമ്മൾ നോക്കിയ സ്ട്രൈക്കേഴ്സിനെ ആരെയും കിട്ടിയിട്ടില്ല. എക്കിറ്റലിനെ കിട്ടിയില്ല, ഗ്യോക്കോറസിനെ കിട്ടിയില്ല, ഒസിമെനെ എന്തായാലും കിട്ടാൻ പോകുന്നില്ല. ഇപ്പോഴാണ് ലേറ്റസ്റ്റ് ആയിട്ട് വീണ്ടും സെസ്കോ വന്നിരിക്കുന്നത്. സെസ്കോ ഏരിയൽ ഡ്യൂൽസിലായിക്കോട്ടെ, എല്ലാത്തിലും ഗ്രൗണ്ട് ഡ്യൂൽസിലും ഓൾമോസ്റ്റ് നല്ലൊരു പ്ലെയറാണ്. ഇപ്പോൾ ഉള്ള നമ്മുടെ അറ്റാക്കേഴ്സിനെ വെച്ച് നോക്കുന്നവരും നല്ലതാണ്. ഹോയ്ലുണ്ട് പോകുന്നില്ലെങ്കിലും ശരിക്കും സെസ്കോനെ നോക്കാം. ഇതുപോലെ ഇൻസ്റ്റാൾമെന്റ് പേയ്മെന്റിൽ കിട്ടുകയാണെങ്കിൽ, കാരണം ഹോയ്ലുണ്ടിനകത്ത് ശരിക്കൊരു എന്താ പറയാ, ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് കൊണ്ടുവരും. അപ്പൊ ഒരു സ്ട്രൈക്കർ നിർബന്ധമാണ്. അപ്പൊ ആകെ നിക്കോളാസ് ജാക്സൺ ഒന്നും വേണ്ട. സത്യം പറയാലോ, ജാക്സണും മൈക്കൽ ജാക്സണും ഒന്നും ഇവിടെ ആഗ്രഹമേ ഇല്ല. അതിലും നല്ലത് നമുക്ക് സെസ്കോ തന്നെയായിരിക്കും. സെസ്കോ നല്ലൊരു എഡിഷൻ ആയിരിക്കും. പിന്നെ മിഡില് റിച്ചാർഡ് റിയോസ്, പാൽമറസിന്റെ, അത് ഞാനൊരു വീഡിയോ ചെയ്തതായിരുന്നു. ഓൾമോസ്റ്റ് കുറെ ലിങ്ക്സ് ഒക്കെ ഉണ്ടായിരുന്നു. 35 അങ്ങനെ അവന് ചോദിക്കുന്നുള്ളൂ. അത് കിട്ടിയാൽ നല്ലൊരു പ്ലെയറാണ്.
പിന്നെ അറ്റ്ലാന്റയുടെ എഡേഴ്സന്റെ ന്യൂസ് ഫസ്റ്റ് ഒക്കെ കുറെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഒന്നുമില്ല. റിച്ചാർഡ് റിയോസിന്റെ നമ്മുടെ ഈ ക്ലബ് വേൾഡ് കപ്പ് കഴിഞ്ഞതിന് ശേഷം, അതായത് ആ പാൽമറിസ് ഔട്ടായത് മുതലേ എന്താ പറയാ, റിച്ചാർഡ് റിയോസിന്റെ കുറച്ച് ലിങ്ക്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു എഡിഷൻ ആവും. പിന്നെ ഗോൾ കീപ്പർ ഒനാനയുടെ കാര്യമാണ്. എമി വരും എന്ന് പറയുന്നു, എമിയുടെ ഇത് കേൾക്കുന്നുണ്ട്. പിന്നെ വേറൊരു പുതിയൊരു ഗോൾ കീപ്പറിന്റെ ഇപ്പൊ കേട്ടത് 17 മില്യൺ ഒക്കെ പറഞ്ഞിട്ട്, ഏതാ അതൊന്നും പോലും അറിയില്ല, പേര് പോലും ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അങ്ങനത്തെ ഒരു പ്ലെയർ ആണ്, എക്സ്പീരിയൻസ് ഒന്നുമില്ല. എമിക്ക് 21.5 എങ്ങാനും റിലീസ് ക്ലോസ് ഉണ്ട്. അതും അതിൽ കൂടുതൽ കൊടുക്കാനും യുണൈറ്റഡ് തയ്യാറാണെന്നൊക്കെയാണ് ന്യൂസ് കണ്ടത്. പക്ഷെ ആസ്റ്റൺ വില്ല 40 ഒക്കെ ചോദിക്കുമ്പം അതാണ് പ്രശ്നം. ആ 21.5 അല്ലെങ്കിൽ 25 റിലീസ് ക്ലോസ് ചെയ്തിട്ട് കൊണ്ടുവരാണെങ്കിൽ ഓക്കെയാണ്. കാരണം 33 ഇയേഴ്സ് ആയി പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ഗോൾ കീപ്പറിന്റെ 30+ അവരുടെ ആ ഒരു ഇതിൽ വരിക. കാരണം 32-33 ഇയറിലാണ് നമ്മുടെ ഡേവിഡ് ഡെഹയ ഗോൾഡൻ ഗ്ലൗ എടുത്തത് പ്രീമിയർ ലീഗിലൊക്കെ ആ ഒരു ഏജിൽ ഗോൾഡൻ ഗ്ലൗ ഒക്കെ കിട്ടണമെങ്കിൽ എക്സ്പീരിയൻസ് തന്നെയാണ് അത്. നമുക്ക് ഒരു സീസൺ ഒരു 2 സീസൺ എമിയെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, സുന്ദരമായിട്ട് കൊണ്ടുപോകാൻ പറ്റും. എന്നിട്ട് പിന്നെ ഒരു യങ് ഗോൾ കീപ്പറിനെ നെക്സ്റ്റ് സീസണിൽ എന്തെങ്കിലും പൈസ ഇയാളെടുത്ത് വന്നാൽ ഇയാൾ എവിടെയെങ്കിലും കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ, അവിടെ നിന്നൊക്കെ പൈസ വരുമല്ലോ. കളവൻ എന്തായാലും എവിടെയൊക്കെയോ കൊണ്ടുപോയി ഇറക്കിയിട്ടുണ്ട്. അതാണ് ഇവിടെ തരാത്തത്. ആർക്കൊക്കെയോ കടം കൊടുത്തിട്ടുണ്ട്. ആ കടങ്ങളൊക്കെ ഒന്ന് തിരിച്ച് കിട്ടിയാൽ രക്ഷപ്പെട്ടു. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഈ ഒരു 3 പൊസിഷൻ കൂടി സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റിയാൽ, മിഡ് നമുക്ക് ഉഗാർട്ടയും കസമീറോ ഒക്കെ ഉണ്ട്, കോബി മൈനോ എല്ലാവരും ഉണ്ട്. എന്നാലും റിച്ചാർഡ് റിയോസ് ഒക്കെ ചെറിയ എന്താ പറയാ, അത്രയും എമൗണ്ട് വരുന്നുള്ളൂ. അപ്പോൾ ഒരു സ്ട്രെങ്തൻ ആക്കാം. ബാക്കി ടീമൊക്കെ നോക്കുക, ആർസണൽ, ചെൽസി, സിറ്റി, ന്യൂകാസിൽ പോലും ഇപ്പോൾ മാർക്കറ്റിൽ ഇങ്ങനെ ചറപ്പറാന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ടീം മാത്രം ഒരു സ്ക്വാഡ് ഡെപ്തും സ്ട്രെങ്ത്തും ഇല്ലാണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. ടോപ്പ് 6 ബാറ്റിലെങ്കിലും നടത്തണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ഒരു 3 സൈനിങ്സ് കൂടി ഇനി ഈ വരുന്ന മാസത്തിൽ നടക്കണം. ഓഗസ്റ്റ് അല്ലെങ്കിൽ ജൂലൈ മെല്ലനെങ്കിലും ഒന്നത് നടത്തിയാൽ നന്നായിരുന്നു. ഇപ്പോൾ എന്തായാലും എംബോമയുടെ നാളെയായിട്ട് മെഡിക്കൽ ഉണ്ടാവും. സൺഡേ ആണ് എന്ന് തോന്നുന്നുണ്ട് സൈനിങ്ങും കാര്യങ്ങളൊക്കെ കാരിങ്ടണിൽ വെച്ചിട്ട്. എന്നിട്ട് നേരെ പറക്കലായിരിക്കും പ്രീ സീസണിന് വേണ്ടിയിട്ട്. എന്തായാലും ആ ഡീൽ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ആദ്യമേ നടത്തേണ്ടതായിരുന്നു. ഇയാള് കാല് പിടിച്ച് കെഞ്ചി അവസാനം ഇപ്പോഴാണ് നടത്തി കൊടുത്തത്. അത്രയും നല്ലോണം കാല് പിടിച്ചിട്ടുണ്ട്. 65+5. കാരണം മെഡിയോക്കൊക്കെ 55 കൊടുക്കുമെങ്കിൽ ഇവന് കൊടുക്കുന്നതിൽ വലിയ ഇത് എനിക്ക് തോന്നുന്നില്ല, അത്ര ഓവർ പ്രൈസിലായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഹീസ് എ പ്രൂവൺ പ്ലെയർ. ലാസ്റ്റ് സീസണിന്റെ സ്റ്റാറ്റ്സ് എടുത്ത് നോക്കിയാൽ തന്നെ മതി, അടിപൊളി വരും. ആ വിസയായിട്ടുള്ള കോംബോ. അതുപോലെ ഇവിടെ നമുക്ക് ഈ മത്തായസ് കൂനിയും എംബോമയും തമ്മിൽ ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ സെറ്റാണ്. പക്ഷെ ഇതിലൊരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാനുവരിയിലാണ് ശരിക്കും എഫക്റ്റ് ചെയ്യുക. നമ്മുടെ ആഫ്കോൺ വന്നതിനാൽ, ആഫ്രിക്കൻ നാഷൻസ് കപ്പ് വന്നതിനാൽ പെടും. എംബോമെ, അമാദ്, പിന്നെ ഒനാന എല്ലാവരും പോകും. അത് നമുക്ക് ശരിക്കും ഒനാന പോട്ടെ, അവനെ വേണമെങ്കിൽ ഇപ്പൊ തന്നെ കൊടുക്കാം, ഇപ്പൊ തന്നെ വേണമെങ്കിൽ ട്രെയിനിങ്ങിന് കൊണ്ടുപോയിക്കോട്ടെ ക്യാമറൂൺ ആഫ്രിക്കൻ നേഷൻസ് കപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രശ്നമില്ല. പക്ഷെ ഈ എംബോമെ അമാദൊക്കെ പോകുമ്പോഴാണ് ശരിക്കും അറിയാം. ആ റൈറ്റ് വിങ്ങിൽ കളിക്കാൻ പിന്നെ ആരും ഉണ്ടാവില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു സ്ക്വാഡ് ഡെപ്ത് വേണം. പക്ഷെ ഇപ്പൊ ഇവന്മാരുടെ അടുത്ത് പൈസയും തേങ്ങയും വാങ്ങിയ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഈ ഒരു ഹോളുകൾ അടക്കാൻ നോക്കണം. ഇപ്പൊ ഉള്ള ആ ഹോള്, സെൻട്രൽ ഫോർവേഡും ആ ഒരു മിഡും ഗോൾ കീപ്പറും, ആ ഒരു ഹോള് കൂടി അടച്ചു കഴിഞ്ഞാൽ ഒരു ടോപ്പ് 6 ബാറ്റിൽ നമുക്ക് നെക്സ്റ്റ് സീസണിൽ എന്തായാലും പെർഫോം ചെയ്യാൻ പറ്റിയേ മതിയാവും. അപ്പൊ എന്തായാലും എംബോമയുടെ ഡീൽ നടന്നു, വളരെയധികം സന്തോഷമുണ്ട്. എന്തായാലും ഇനി അടുത്തത് എന്താവും, വാട്ട് വിൽ ബി ദ നെക്സ്റ്റ് സ്റ്റെപ്പ്, ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ആരെയും വാങ്ങൂലേ, 0 ആയിരിക്കുമോ, ഒന്നും നടക്കാൻ പോകുന്നില്ലേ, കണ്ടു തന്നെ അറിയണം. മുന്നോട്ട് പോവാ, എല്ലാവരും ഉണ്ടാവും. നോക്കാം നമുക്ക് അടുത്ത എന്താണ്. ഇനിയോസും ഗ്ലേസേഴ്സ് ഒക്കെ കൂടി കള്ളക്കാക്ക എന്താണ് ഡിസിഷൻ എടുക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. എന്തായാലും ഒരു സ്ട്രൈക്കറിനെ കൊണ്ടുവരുമെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ ഇൻസ്റ്റാൾമെന്റ്സിൽ സെസ്കോനെയും കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി എ ബെറ്റർ ട്രാൻസ്ഫർ വിൻഡോ എന്ന് പറയാം. കാരണം കൈയിട്ട് വാരിയ ഒരു ട്രാൻസ്ഫർ മാർക്കറ്റാണ്. അറിയാലോ, 5ന്റെ പൈസ ഇല്ല, ഞാന് പാപ്പറാണ്, ആരെങ്കിലും കടം തരണം. ആ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഒരു ഡീൽ നടത്തുമ്പം ഓക്കെ ആണെന്ന് നമുക്ക് പറയാം.
എന്തായാലും വരും ദിവസങ്ങളിലുള്ള അപ്ഡേറ്റ്സ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.